ടൊവിനോ തോമസ് നായകനായ നരിവേട്ട പുതിയ മലയാളം റിലീസുകളിൽ ശ്രദ്ധയാകർഷിക്കുകയാണ്. കാരണം അത് കേരളത്തിൽ നടന്നൊരു സംഭവത്തിൻ്റെ, വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവത്തിൻ്റെ സിനിമാവിഷ്കാരമാണ്. ഇഷ്ക് എന്ന വളരെ പ്രശംസ നേടിയ ചിത്രത്തിലൂടെ ശ്രദ്ധിക്കപ്പെട്ട അനുരാജ് മോഹൻ തൻ്റെ പുതിയ ചിത്രമായ നരിവേട്ടയിലൂടെ 2003 നടന്ന മുത്തങ്ങ സംഭവത്തെയും മറ്റും വ്യക്തമായി ആവിഷ്കരിക്കുകയാണ്. മണ്ണിന് വേണ്ടി നടന്ന പ്രതിഷേധങ്ങൾ എങ്ങനെ രക്തരൂക്ഷിതമാകുന്നുവെന്നും ഭരണകൂടങ്ങൾ സാധുക്കൾക്കും നിരപരാധികൾക്കും മേൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നുമൊക്കെ ഈ ചിത്രം പറയുന്നു. ഇത് മുത്തങ്ങ സംഭവത്തിൽ നിന്ന് മാത്രമല്ല, പ്രതിഷേധത്തിനായി ഒത്തുകൂടിയ ആദിവാസികൾക്ക് നേരെ വെടിയുതിർത്തതിൽ നിന്നും മാത്രമല്ല, ചെങ്ങറ കലാപം ഉൾപ്പെടെയുള്ള നിരവധി സംഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ്. ഇത് കേവലം ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഒരു കലാപത്തിൽ നിന്നല്ല, വളരെ വ്യാപ്തിയുള്ള സംഭവങ്ങൾ, കേരളത്തിലും ഇന്ത്യയിലും നടക്കുന്ന വളരെ വ്യാപ്തിയുള്ള സംഭവങ്ങൾ ഇതിന് പ്രചോദനമായിട്ടുണ്ട്. ഒരിക്കൽ തങ്ങളുടേതായിരുന്ന ഭൂമി കാലക്രമത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയി. അത് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന അരികുവൽക്കരിക്കപ്പെട്ടവരെ ചുറ്റിപ്പറ്റിയാണ് ഈ പ്രതിഷേധങ്ങൾ എല്ലാം നടന്നത്. ഈ ചിത്രത്തിലെ നായകനായ ടൊവിനോ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് വർഗീസ് എന്നാണ്. ഒരു സ്വാർത്ഥനായ, സ്വന്തം കാര്യങ്ങൾ മാത്രം താല്പര്യമുള്ള ഒരു യുവാവ്, ഒരു മടിയനായ യുവാവ്. അയാൾക്ക് ഒരിക്കൽ പോലീസ് കോൺസ്റ്റബിളിൻ്റെ ജോലി ഏറ്റെടുക്കേണ്ടി വരുന്നു. അതിന് കുടുംബപരമായ സാഹചര്യങ്ങളും പ്രണയപരമായ സാഹചര്യങ്ങളും ഒക്കെ വഴിതെളിച്ചേക്കാം. പക്ഷെ അയാൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ജോലിയാണത്. അയാളുടെ ഓരോ ഭാവത്തിലും ആ ഇഷ്ടമില്ലായ്മ അയാൾ പ്രകടമാക്കുന്നുണ്ട്. എന്നാൽ അയാൾ ജോലിക്ക് പ്രവേശിക്കുമ്പോൾ അയാളെ വയനാട്ടിലേക്കാണ് നിയോഗിക്കപ്പെടുന്നത്. അവിടെ ആദിവാസികൾ സംസ്ഥാന സർക്കാർ ഭൂമി അനുവദിക്കുന്നതിൽ കാലതാമസം വരുത്തുന്നതിനാൽ പ്രതിഷേധിച്ച് വനത്തിൻ്റെ ഒരു ഭാഗം കൈവശപ്പെടുത്തി പ്രതിഷേധിക്കുമ്പോൾ അവിടെ അരങ്ങേറുന്ന ഭയാനകമായ സംഭവങ്ങൾ ഈ വർഗീസിൻ്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുകയാണ്. ഈ ചിത്രം ഒരു നോൺ ലീനിയർ ആയ ആവിഷ്കാരമാണ്. അങ്ങനെ വയനാട്ടിലേക്ക് പോലീസ് കോൺസ്റ്റബിളായി ജോലിക്ക് പോകുന്ന വർഗീസ് എന്തുകൊണ്ടാണ് പോലീസിൻ്റെ പിടിയിലാവുന്നത്? അതിനുവേണ്ടി അയാൾ ചെയ്ത തെറ്റെന്താണ്? പോലീസിൽ നിന്നുകൊണ്ട് അയാൾ ചെയ്ത തെറ്റെന്താണ്? ഇതൊക്കെ തന്നെയാണ് ആ സിനിമയിലൂടെ പറയുന്നത്. അതിലൂടെ തന്നെയാണ് കഥ മുന്നോട്ട് പോകുന്നതും. ഛായാഗ്രഹകൻ വിജയുടെ ഫ്രെയിമുകളിൽ മണ്ണിൻ്റെ സ്വരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. അത് സിനിമയെ സജീവമായി നിലനിർത്തുന്നതിൽ വലിയ ഒരു പങ്ക് വഹിക്കുന്നു. ഈ സിനിമ പ്രേക്ഷകരെ രക്ഷിക്കാൻ വേണ്ടി ചടുലമായ രംഗങ്ങളൊന്നും ഉള്ളതല്ല. പോലീസ് അതിക്രമങ്ങൾ, വ്യവസ്ഥാപിതമായ അഴിമതി, വാഗ്ദാന ലംഘനങ്ങൾ, ഏറ്റവും പ്രധാനമായി ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമില്ലായ്മ, ഭരണകൂടം നയിക്കുന്ന അതിക്രമം. അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് നീതി നിഷേധിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നത്? പ്രതിഷേധിക്കാൻ ഒത്തുകൂടുന്നവരെ അടിച്ചമർത്തുമ്പോൾ അവർക്ക് എന്നേക്കുമായി നീതി നിഷേധിച്ചിട്ട് ഈ നാട്ടുകൂട്ടങ്ങളായ നമ്മൾ എന്തിനാണിങ്ങനെ സന്തോഷത്തോടെയും സ്വസ്ഥതയോടെ ഇവിടെ ജീവിക്കുന്നത് എന്ന ചോദ്യം ഓരോ മനുഷ്യൻ്റെയും ഓരോ പ്രേക്ഷകൻ്റെയും ഉള്ളിലേക്കൊരു മിന്നൽ പിണർ പോലെ കടന്നു പോകും. ഭൂരഹിതർക്ക് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾക്ക്, അധികാരത്തിലിരിക്കുന്ന കാര്യങ്ങളെ ഉത്തരവാദിത്വപ്പെടുത്തുന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായി പ്രവർത്തിക്കുക എന്നത് തന്നെയാണ് ഈ സിനിമയുടെ ആത്മാർത്ഥമായ ഉദ്ദേശം. ജോക്സ് ബിജോയുടെ സംഗീതം സംഭവങ്ങളുടെയും അവയുടെ അനന്തരഫലങ്ങളുടെയും വൈകാരികമായ ഭാരത്തെ പ്രേക്ഷകരിൽ നിലനിർത്തുന്നതിൽ, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് പ്രവഹിപ്പിക്കുന്നതിൽ ആവശ്യമായ ചടുലത നൽകുന്നു. IPS ഓഫീസർ കേശവദാസായി മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ചത് തമിഴ് ചലച്ചിത്ര നടനും നിർമ്മാതാവുമായ ചേരനാണ്. പരിമിതമായ സ്ക്രീൻ സമയമെങ്കിലും ഒരു നല്ല വേഷത്തിൽ സുരാജ് വെഞ്ഞാറമ്മൂട് വീണ്ടും ഇതിൽ തിളങ്ങുന്നുണ്ട്. ചിത്രത്തിലെ മറ്റൊരു മികച്ച പ്രകടനം ആദിവാസി യുവാവായി അഭിനയിക്കുന്ന പ്രണവിൻ്റേതാണ്. മുത്തങ്ങയിലെ ഭൂമി കയ്യേറ്റത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പ്രവർത്തക CK ജാനു എന്ന കഥാപാത്രത്തിൻ്റെ വേഷം അവതരിപ്പിച്ചതിലൂടെ ആര്യ എന്ന നടിക്ക് കൂടുതൽ സ്ക്രീൻ ടൈം ലഭിച്ചിരുന്നെങ്കിലെന്ന് പ്രേക്ഷകർ ഒരുപക്ഷെ ആലോചിച്ചു പോകും. അത്ര മനോഹരമായിട്ടാണ് ആര്യ ആ വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ ചിത്രം ടൊവിനോയുടെ കരിയറിലെ മികച്ച പ്രകടനമെന്ന് തന്നെയാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത്. ഒരു പതിഞ്ഞ താളത്തിൽ ആരംഭിച്ച് മികച്ച ഇൻ്റർവെൽ ബ്ലോക്കോടെയാണ് സിനിമയുടെ ആദ്യ പകുതി അവസാനിക്കുന്നത്. വൈകാരിക നിമിഷങ്ങളും ചടുലമായ രംഗങ്ങളും ചേർത്ത് ഗംഭീരമായ രണ്ടാം പകുതിയാണ് സിനിമ നമുക്ക് സമ്മാനിക്കുന്നത്.
ടൊവിനോ തോമസ് വർഗീസ് പീറ്റർ എന്ന പോലീസ് കോൺസ്റ്റബിളിനെ അവതരിപ്പിക്കുമ്പോൾ സുരാജ് ഹെഡ് കോൺസ്റ്റബിൾ ബഷീർ അഹമ്മദ് എന്ന കഥാപാത്രത്തെയും തമിഴ്നാടൻ ചേരൻ DIG രഘുറാം കേശവ് എന്ന കഥാപാത്രത്തെയും അവതരിപ്പിക്കുന്നു. മറവികൾക്കെതിരെ ഓർമ്മയുടെ പോരാട്ടം എന്ന ടാഗ് ലൈനോടെ എത്തിയ ചിത്രം അതിജീവനത്തിൻ്റെ ശക്തമായ പ്രതികരണം കൂടിയാണ് പങ്കുവെക്കുന്നത്. സിനിമയുടെ തിരക്കഥ രചിച്ചിരിക്കുന്ന അബിൻ ജോസഫ് യഥാർത്ഥ സംഭവങ്ങളെ തിരക്കഥാ രീതിയിലേക്ക് മാറ്റുന്നതിൽ കാണിച്ചിരിക്കുന്ന ബുദ്ധി പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ്. ചിത്രത്തിൽ ഷമീർ മുഹമ്മദിൻ്റെ എഡിറ്റിംഗ് ചിത്രത്തിൻ്റെ ജീവനാഡി തന്നെയാണ്.